അംസക്കഥ കീ ഹോൾ സർജറിയിലാണ്. ടൈം ബെൽറ്റ് സെറ്റ് ചെയ്യാണ്. ഓക്കെ റൈറ്റിൻ്റെ ക്യാമിൻ്റെ മാർക്ക്, കാലത്തെ ക്രാങ്കിൻ്റെ മാർക്ക്, ഗാർഡും പുതിയ വാട്ടർ പമ്പ് വെച്ചു. കംപ്ലീറ്റ് ടൈമിംഗ് കോമ്പണൻസ് കംപ്ലീറ്റ് മാറ്റി, VVT മാറ്റി, VVT എല്ലാം മാറ്റി. അതുപോലെ തന്നെ പുതിയ ഓയിൽ പമ്പ് വെച്ചു, ഓയിൽ കൂളർ, കംപ്ലീറ്റ് ന്യൂ കോമ്പോണൻസ് ആണ്. എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് കവേഴ്സ് എല്ലാം ക്ലോസ് ചെയ്യും. ടൈമിംഗ് കവേഴ്സും അതേപോലെ വാൾ കവേഴ്സ് എല്ലാം ക്ലോസ് ചെയ്യും. ഇനിയിപ്പോൾ എന്താ റൊട്ടേറ്റ് ചെയ്തിട്ട് ബാക്കി ഫിറ്റിംഗ്സ് നമ്മളെ പ്ലാന് ഓൾറെഡി ഈ സ്ക്രൂ വീണിട്ടാണ് എൻജിന് പണിയായത്. അപ്പോൾ ആ സ്ക്രൂ എല്ലാം റിമൂവ് ആക്കിയിട്ട് ഓപ്പൺ ആക്കി ക്യാൻസൽ ചെയ്യുക, എല്ലാ ബട്ടർഫ്ലൈസും ക്യാൻസൽ ചെയ്യാനുള്ള പ്ലാനാണ്. നമുക്കൊരു ട്രയൽ നോക്കുകയാണ്. സക്സസ് ആവുകയാണെങ്കിൽ നമ്മൾ സെയിം മാനിഫോൾഡ് തന്നെ കയറ്റാന്നുള്ള പ്ലാനാണ്. നമ്മൾ മാനിഫോൾഡിൻ്റെ പുറത്തൊരു ഹോളാക്കിയിട്ട് ഓരോ ബട്ടർഫ്ലൈസ് റിമൂവ് ആക്കുകയാണ്. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, മാനിഫോൾഡ് ക്ലോസ് ചെയ്യും. വൺ വി റിമോട്ട് അംസക്കഥ കീ ഹോൾ സർജറിയിലാണ്. നമ്മൾ ഈ എൻജിന് സീസ് ആവാൻ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഫസ്റ്റ് വീഡിയോ പറഞ്ഞ പോലെ ഇൻടേക്ക് മാനിഫോൾഡിൻ്റെ ബട്ടർഫ്ലൈയുടെ സ്ക്രൂ അഴിഞ്ഞു പോയതായിരുന്നു. ഇതാണ് നമ്മളെ അതിൻ്റെ അകത്തുള്ള സ്ക്രൂ. അപ്പോൾ ഇതൊരു ക്വയറ്റ് എക്സ്പെൻസീവ് ആയതുകൊണ്ട് എബോവ് 5000 മുകളിലുണ്ട്, 5000 റിയാലിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ ഷോർട്ട് കട്ട് ചെയ്യണതിൻ്റെ അവിടുന്ന് ബട്ടർഫ്ലൈ എടുത്ത് ഒഴിവാക്കും. ആ ഒഴിവാക്കിയ ബട്ടർഫ്ലൈസുകളാണ് ഈ കാണുന്നത്, അതിൻ്റെ സ്ക്രൂകൾ. ഇതിൽ നിന്ന് നമുക്ക് അകത്തോട്ട് പോയത് ഈ ഒരൊറ്റ സ്ക്രൂ ആണ്, കോസ്റ്റ് ഓഫ് 50,000 റിയാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്തിരിക്കണം എന്താ വെച്ചാൽ മാനിഫോൾഡിൻ്റെ താഴെ ഭാഗത്ത് ഇതുപോലെ ഹോൾ ചെയ്തതിന് ശേഷം നമ്മൾ ഉള്ളിൽ നിന്ന് സ്ക്രൂ വളരെ സൂക്ഷിച്ചെടുത്ത് പുറത്തോട്ടെടുത്ത് അതിന് ശേഷം നമ്മളിതിനെ തിരിച്ച് ഫൈബർ ഡമ്മി ഇട്ട് അടച്ചിരിക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ബാക്കി സിലിക്കോൺ വന്ന് ഫുൾ കവർ ചെയ്യും.